ഇപ്പോൾ സമയം പുലർച്ചെ 5 മണിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ മാരേജ് ഫിക്സേഷനൊക്കെ വേണമെങ്കിൽ പറയാം. എൻഗേജ്മെൻറ്റ് പോലെയല്ല കേട്ടോ, പറയും എക്സ്ചേഞ്ച് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ആളുടെ വീട്ടിൽ നിന്ന് റിലേറ്റീവ്സൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ബാക്കി പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് കുറച്ച് പണി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് കുറച്ച് പണികൾ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളത്തിൽ നമ്മുടെ ഫേസ് ഡിപ്പ് ചെയ്യണം കേട്ടോ, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവാനായിട്ട്. പിന്നെ നമുക്കിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സും എല്ലാവരും നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതൊരു ചെറിയ ഫംഗ്ഷനായിരുന്നു. നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാലോ, ഫുൾ ഓഫ് ഒരു പോസിറ്റീവ് വൈബും എനർജിയും ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള, എന്താ പറയുക, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുഞ്ഞു പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇസക്കുട്ടി. ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞാൻ ഇവരുടെ ഒപ്പം അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഞാൻ നിന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഇസക്കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സാവാൻ പോവാണ് ഈ ജൂൺ 12-ന്. അപ്പോൾ ഇത് എൻ്റെ വളരെ, എന്താ പറയുക, അത്രയും എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് കേട്ടോ ഞാൻ. പിന്നെ എന്താ പറയുക, അമ്മയുടെ സൈഡിൽ നിന്നുള്ള ഫാമിലി, അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള ഫാമിലി, നമ്മുടെ നൈബേഴ്സ്, അങ്ങനെ എല്ലാവരും പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെൻ്റെ മേമയാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ സിസ്റ്ററാണ്. അപ്പോൾ മേമനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. എന്നെ ഒരുപാട് പേര് എൻ്റെ അമ്മയുടെ പോലെ ഉണ്ടെന്ന് പറയാറുണ്ട്. പിന്നെ കുറേ അധികം പേര് എന്നെ കാണാൻ മേമയുടെ പോലെയാണെന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, അവരിത് ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് എന്നോട് പുറത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി അവരെത്തി. ആസ് യൂഷ്വൽ എത്ര നേരം കളിച്ച് തിരിച്ച് നിന്നാലും ആ ടൈം ആകുമ്പോൾ ഭയങ്കര നെർവസ് ആവും എനിക്കറിയില്ല. അങ്ങനെ ബൊക്കെ, ഒരു ചോക്ലേറ്റ് ഹാമ്പർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൊക്കെ കിട്ടിയില്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് ഫ്ലവേഴ്സ് നമുക്ക് എപ്പോഴും സ്പെഷ്യലാണല്ലോ. പിന്നെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ചേട്ടൻ്റെ അമ്മോടാണ് കേട്ടോ. അമ്മ കുറച്ചൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ആളായിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ച് വട്ടം അമ്മേനെ കണ്ടിട്ടുള്ളൂ, അതിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ചേട്ടൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചേട്ടൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് ടൈം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. അങ്ങനെ എല്ലാവരും ബായ് പറഞ്ഞ് പോവാണ്, ഇനി കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെപ്റ്റംബർ 7-നാണ് നമ്മൾ ഡേറ്റ് എടുത്തിട്ടുള്ളത്. ഓണത്തിൻ്റെ ടൈമാണ്. അപ്പോൾ എന്താ പറയുക, വളരെ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിനി കല്യാണത്തിന് കാണാം.